നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. മെസ്സി വരും ട്ടോ ഹൈദരാബാദിലേക്ക് എന്ന് മാത്രമല്ല, നിങ്ങളോടൊക്കെ സംസാരിക്കാൻ കുറച്ച് സമയം പൊതുവേദിയിൽ ഉണ്ടാവുകയും ചെയ്യും. ഇനി ഇത് പറയുമ്പോൾ ആരെങ്കിലും കളിയാക്കിയെന്നും പറഞ്ഞു വരണ്ട. എന്തൊക്കെ തെറി കമൻറ്റുകളാണ് നമുക്ക് വന്നതെന്നറിയാമോ? അത് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വിശദമായിട്ട് വേണമെങ്കിൽ നമുക്ക് വേറെ ചർച്ച ചെയ്യേണ്ട വിഷയമാണത്. മെസ്സിയുമായി ബന്ധപ്പെട്ട്, മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ട് എന്ത് തെറി! അത് കളിയുമായിട്ട് ഒരു അടുപ്പവും ഇല്ലാത്ത, ചുക്കും ചുണ്ണാമ്പും കളിയെക്കുറിച്ച് തിരിയാത്തവനൊക്കെ വന്നിട്ടാണ് ഈ തെറി വിളിച്ചു പോകുന്നത്. അവൻ്റെ കമൻറ്റിലൊക്കെ ടച്ച് ചെയ്ത് നോക്കിയതിന് മുമ്പ് അവൻ ഒരു കമൻറ്റും ഈ ചാനലിൽ ഇട്ടിട്ടില്ല. അതുകൊട്ടെ, ഏതായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മെസ്സിയുടെ ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. ഡിസംബറിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തും എന്നുള്ളത് കൺഫേം ചെയ്താണ് മെസ്സി തന്നെ ഒഫീഷ്യൽ പോസ്റ്റ് കിട്ടുക നമ്മൾ കണ്ടതാണല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അഹമ്മദാബാദിലേക്ക് കൂടി അദ്ദേഹം പോകും എന്നായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്ന ഇറ്റിനറി. അത് മാറി അഹമ്മദാബാദിലെ ഇവൻ്റ് ക്യാൻസൽ ചെയ്ത് അത് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് ആക്കിയിട്ടുണ്ട്. ആ കാര്യം ഒഫീഷ്യലായിട്ട് സ്പോൺസർ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യൻ എക്സ്പ്രസ് ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടാണ് ഇതിനെ ആധാരമാക്കി എടുക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് കൃത്യമായിട്ട് പറയുന്നു, ഹൈദരാബാദ് റീപ്ലേസസ് അഹമ്മദാബാദ് ഇൻ ലയണൽ മെസ്സിസ് ഗോട്ട് ടൂർ ഓഫ് ഇന്ത്യ 2025. അപ്പോൾ ഇന്നൊരു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഡിസംബർ 13 കൊൽക്കത്തയിലെത്തും. അവിടെയാണ് ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അദ്ദേഹം സെയിം ഈവനിങ്ങിൽ ഹൈദരാബാദിലേക്ക് എത്തും. ദെൻ മുംബൈയിലേക്ക് ഡിസംബർ 14 അദ്ദേഹം പോകും. അതിനുശേഷം ന്യൂഡൽഹിയിൽ ഡിസംബർ 15 അദ്ദേഹത്തിൻ്റെ ഗോട്ട് ടൂറ് അവസാനിക്കും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടൊപ്പം ഒരു പക്ഷേ ലൂയിസ് സുവാരസും പിന്നെ റോഡ്രിഗോ ഡിബോളും ഇന്ത്യയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി റിപ്പോർട്ട് പറയുന്നുണ്ട്. വിശദമായിട്ട് നമ്മൾ ഒന്നെടുത്ത് നോക്കിയാൽ ഹൈദരാബാദ് ഇപ്പോൾ അഹമ്മദാബാദിൻ്റെ സ്ഥാനം റീപ്ലേസ് ചെയ്യുകയാണ്. മെസ്സിയുടെ ടൂർ ഡിസംബർ 13 കൊൽക്കത്തയിൽ ആരംഭിക്കും. ഒറിജിനലി ഷെഡ്യൂൾ ചെയ്തിരുന്നത് അഹമ്മദാബാദിൽ സ്പോൺസർഡ് ഒരു ഈവൻ്റ് ഉണ്ടായിരുന്നു. ആ ഈവൻ്റ് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ ഹൈദരാബാദിൽ ഒരു ഫുൾ ഫ്ലഡ്ജഡ് സ്റ്റോപ്പ് ഓവർ എടുക്കും. ആ സമയത്ത് മെസ്സി വിൽ ഇൻ്ററാക്ട് വിത്ത് ഫാൻസ് ആൻഡ് സെലിബ്രിറ്റീസ്. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ ആരെയും കളിയാക്കിയതല്ല. അതായത് കുറച്ച് നേരം പൊതുവേദിയിൽ നിങ്ങളോട് സംസാരിക്കും. ഇതാണ് സംഭവം. മെസ്സി വിൽ ഇൻ്ററാക്ട് വിത്ത് ഫാൻസ് ആൻഡ് സെലിബ്രിറ്റീസ് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫാൻസിനോട് ലിയോ മെസ്സി ഹൈദരാബാദിൽ സംസാരിക്കും. ഇത് ഇപ്പം പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ഓർഗനൈസറായിട്ടുള്ള സറ്റാഡ്രു ദത്തയാണ്. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിനോട് പറയുന്നു, ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ ഹൈദരാബാദ്. ദി ആക്ടിവിറ്റി ദാറ്റ് വാസ് ഷെഡ്യൂൾഡ് ഇൻ അഹമ്മദാബാദ് ഈസ് നൗ ഹാപ്പനിങ് ഇൻ മുംബൈ എന്നുകൂടി പറയുന്നു. അതായത് അഹമ്മദാബാദിൽ ഷെഡ്യൂൾ ചെയ്തിരുന്ന സ്പോൺസറുടെ ആ ഒരു ആക്ടിവിറ്റി അത് മുംബൈയിലാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പം മെസ്സി ഹൈദരാബാദിൽ ഒരു സ്റ്റോപ്പ് ഓവർ എടുക്കും. അതോടൊപ്പം തന്നെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പം ഡിസംബർ 13 അദ്ദേഹം എത്തുന്നു, എന്നിട്ട് ഹൈദരാബാദിലേക്ക് പോകുന്നു. അതിനുശേഷം അതായത് ആദ്യം കൊൽക്കത്തയിൽ, പിന്നെ ഹൈദരാബാദിലേക്ക് അന്ന് ഈവനിങ് പോകുന്നു. ദെൻ ഡിസംബർ 14 മുംബൈയിൽ, അതിനുശേഷം ഡിസംബർ 15 ഡൽഹിയിൽ. സോ ആദ്യം തീരുമാനിച്ചിരുന്നത് ഡിസംബർ 13 വൈകിട്ട് ലിയോ മെസ്സി കൊൽക്കത്തയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഫ്ലൈ ചെയ്യുമെന്നാണ്. അതാണ് ഇപ്പോൾ ഹൈദരാബാദിലേക്ക് മാറ്റിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ ദത്ത കൺഫേം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഗോട്ട് കപ്പ് നടക്കും. ഇതൊക്കെ നേരത്തെ തന്നെ പുറത്തേക്ക് വന്നിരുന്ന വാർത്തകൾ തന്നെയാണ്. ഇപ്പോൾ അതൊന്നുകൂടി കൺഫേം ചെയ്യുന്നതേ ഉള്ളൂ. അതായത് 7 സൈഡ് സോഫ്റ്റ് ടച്ച് ഫുട്ബോൾ മാച്ച്, അതിൽ സെലിബ്രിറ്റീസ് ഉണ്ടാകും. കൊൽക്കത്തയിലും മുംബൈയിലും അതുണ്ടാകും എന്ന് പറയുന്നു. പിന്നെ ഹൈദരാബാദിലെ ടിക്കറ്റ്സ് ലൈക്ലി ടു സ്റ്റാർട്ട് അറ്റ് ₹3,500 എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പിന്നെ കൊൽക്കത്തയിലെ പ്രോഗ്രാമിന് മമതാ ബാനർജി അവിടെ മെസ്സിയെ സ്വീകരിക്കാൻ എത്തും എന്നുള്ള റിപ്പോർട്ട് കൂടി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഓൾസോ സെറ്റ് ടു ഫീച്ചർ ഇൻ ദി ടൂർ ആർ ഉറുഗ്വായ് ഗ്രേറ്റ് ലൂയിസ് സുവാരസ് ആൻഡ് അർജന്റൈൻ റോഡ്രിഗോ ഡിബോൾ, ബോത്ത് ഓഫ് വും ആർ ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് ലോങ് ടൈം ടീംമേറ്റ്സ് ഓഫ് മെസ്സി. അതാണ് നമ്മൾ പറഞ്ഞത്. സുവാരസും റോഡ്രിഗോ ഡിബോൾ കൂടി എത്താനുള്ള സാധ്യതയുണ്ട്. ഇനി ഓൾറെഡി ഇതിൻ്റെ ടിക്കറ്റ് വിൽപ്പനയൊക്കെ നടക്കുന്നതാണല്ലോ. നേരത്തെ തന്നെ മെസ്സി തന്നെ പറഞ്ഞിരുന്നു ഡിസ്ട്രിക്ട് ആപ്പിലൂടെ ഇതിൻ്റെ ടിക്കറ്റ് എടുക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു വിവരം കൂടി നൽകുന്നുണ്ട്. മുംബൈയിൽ 28,000 സീറ്റ്സാണ് വാങ്കഡെ സ്റ്റേഡിയത്തിലുള്ളത്. അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്ന 6,980 മുതലാണ്. ആ സീറ്റുകളെല്ലാം, ആ ടിക്കറ്റുകളൊക്കെ വിറ്റഴിഞ്ഞു, ആർ ഓൾറെഡി സോൾഡ് ഔട്ട്. അത് ടിക്കറ്റിംഗ് പോർട്ടലായിട്ടുള്ള district.in ഇക്കാര്യം അറിയിക്കുന്നു. ദെൻ കൊൽക്കത്തയിൽ 68,000 കപ്പാസിറ്റിയാണ് സ്റ്റേഡിയത്തിനുള്ളത്. അത് ഏതാണ്ട് ഇപ്പം ഫുൾ ആയി മാറിയിട്ടുണ്ട്. ഏതാണ്ട് ഭൂരിഭാഗവും വിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ടിക്കറ്റ് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4,366 രൂപ മുതലാണ്. അതേസമയം ന്യൂഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് 28,000 ഫാൻസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക.
പ്രൈസസ് 7,670 മുതൽ ആരംഭിക്കുന്നു. അതും ക്ലോസ് ടു ബീയിങ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുകൂടി അറിയിക്കുന്നു. എന്തായാലും മെസ്സി ഇന്ത്യയിലേക്ക് എത്തുന്നു. ആദ്യം അദ്ദേഹം കൊൽക്കത്തയിൽ നേരത്തെ എത്തിയിട്ടുണ്ട് വെനിസ്വലയ്ക്കെതിരെയുള്ള ഒരു ഫ്രണ്ട്ലി മത്സരത്തിന്. അതിനുശേഷം ഇതാ ലിയോ മെസ്സി ഇപ്പോൾ വീണ്ടും ഇന്ത്യയിലേക്ക് എത്തുന്നു. പക്ഷേ കേരളത്തിലേക്ക് ഇല്ല എന്നുള്ളത് നമുക്കൊരു സങ്കടകരമായിട്ടുള്ള വാർത്തയാണ്. അതേസമയം ദത്ത ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. 2023 എമിലിയാനോ മാർട്ടിനസും റൊണാൾഡീനോയും കൊൽക്കത്തയിൽ വിസിറ്റ് നടത്തിയിരുന്നു. അവർ മെസ്സിയോട് ഈ നാടിനെക്കുറിച്ച്, ഈ രാജ്യത്തെക്കുറിച്ച് നല്ല ഒരു ഇൻഫർമേഷനാണ് പാസ് ചെയ്തത്. അതുകൂടി ഈ ഒരു ടൂർ നടക്കാൻ കാരണമാകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.